2026 ലോക്ക്ഡൌൺ വരികയാണ്. ഇന്നലെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. दुनिया में जो कठिन हालात बने हैं उनका प्रभाव लंबे समय तक बने रहने की आशंका है. इसलिए हमें तैयार रहना होगा. हम कोरोना के समय भी एकजुटता से ऐसी चुनौतियों का सामना कर चुके हैं. अब हमें फिर से उसी तरह तैयार रहने की आवश्यकता है. ഇതാരും പേടിപ്പിക്കാനോ പാനിക്കാക്കാനോ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒന്നല്ല. എല്ലാവരും ഒന്ന് അലർട്ട് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ബ്ലോഗേഴ്സും ആൾക്കാരെല്ലാവരും വീഡിയോസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പേടിപ്പിക്കുന്ന രീതിയിൽ ആരും പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. നമുക്ക് ഇതും അതിജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വാറിൻ്റെ ഇഷ്യൂ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന പല കാര്യങ്ങളും നിൽക്കാൻ വേണ്ടി പോവാണ്. എസ്പെഷ്യലി ഗ്യാസാണ്, ക്രൂഡ് ഓയിൽസും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമായിട്ട് വരാം. കൂടാതെ നമ്മുടെ ഇൻ്റർനെറ്റിനെ വലിയ രീതിയിൽ ബാധിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും കഴിവതും നിങ്ങൾ സോളാർ എനർജിയിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ കൂടി സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കേഴ്സ്, ഇലക്ട്രിക്കലി വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീട്ടിലൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂവൽസ് ഒന്നും കിട്ടില്ല. അതായത് വാഹനത്തിനുള്ള ഫ്യൂവലും നമുക്കുള്ള ഫ്യൂവലും നിൽക്കാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുകൾ എല്ലാവരും നേരത്തെ കരുതി വയ്ക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാവരും ക്യാഷ് കയ്യിൽ കരുതി വയ്ക്കുക. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്ക് അടയ്ക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതെല്ലാം സാധ്യതകളാണ്. ഇതിന് മുന്നേ ഇവരെല്ലാം ഒത്തുതീർപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു അലേർട്ടാണ്, അത് പ്രധാനമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, പേടിക്കേണ്ട എന്ന് പറയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും അലേർട്ടായിരിക്കുക, പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ ചെയ്തു വയ്ക്കുക.